നമസ്കാരം. ബാംഗ്ലൂരു മുത്തന്നഹള്ളി ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗിൽ നടന്ന ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ ഇടപെട്ട് കേന്ദ്ര സർക്കാർ. കോളേജിൽ നടന്ന ദുരൂഹ മരണങ്ങളെക്കുറിച്ചും അനധികൃത പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായ പുനരന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ കർണാടക പോലീസിനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. കണ്ണൂർ സ്വദേശി അദ്വിതീയ ഗംഗാധരന്റെ മാതാപിതാക്കളാണ് ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. കർണാടക പോലീസിന്റെ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്ന് കേന്ദ്ര സഹായം തേടിയത്. കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനി അദ്വിതീയ ഗംഗാധരനെ ഓഗസ്റ്റ് 4-നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചതാണെന്നാണ് കോളേജ് അധികൃതർ കുടുംബത്തെ അറിയിച്ചത്. 2ാം സെമസ്റ്റർ വിദ്യാർത്ഥിയായിരുന്ന അഖില ഹരിയെ ഒക്ടോബർ 18-നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 6 മാസത്തിനിടെ 5 കുട്ടികളാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. നിഗൂഢ സംഘമാണ് സംഭവങ്ങൾക്ക് പിന്നിൽ കോളേജ് ഉടമകളായ നീലം അഹമ്മദ്, ആരിഫ് അഹമ്മദ് ഇവർക്ക് ഒത്താശ ചെയ്യുകയാണെന്ന് കുടുംബങ്ങൾ ആരോപിച്ചിരുന്നു. മരണങ്ങൾക്ക് പിന്നിൽ ലവ് ജിഹാദാണെന്ന സംശയബുദ്ധികൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ആന്റി റാങ്കിങ് കൂട്ടായ്മ എന്ന പേരിൽ കുട്ടികളുടെ വിവരം ശേഖരിച്ച് അവരെ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് നിർബന്ധിക്കുന്നതായും പരാതി ഉയർന്നിരുന്നു. മാത്രമല്ല, നിബന്ധനകൾക്ക് വിരുദ്ധമായി കുട്ടികളെ പരിശീലനത്തിന് എന്ന പേരിൽ അസറുദ്ദീൻ ഒവൈസിയെ ഹൈദരാബാദിലെ സ്ഥാപനത്തിലേക്ക് അയക്കുന്നതായും കണ്ടെത്തിയിരുന്നു. ധന്വന്തരി കോളേജിലെ ഒരു കെട്ടിടത്തിന്റെ വിവിധ പേരുകളിൽ 7ഓളം നഴ്സിംഗ് കോളേജാണ് അനധികൃതമായി പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം കർണാടക സർക്കാർ വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെടാനാണ് കാണപ്പെട്ട വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ തീരുമാനം.